ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. നമ്മൾ എന്നും പൂത്ത് നിൽക്കുന്ന ഒരു കുറ്റിച്ചെടി പോലത്തെ ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിറച്ച് പൂക്കളായിരിക്കും. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിന് പല പേരുകളുണ്ട് കേട്ടോ. ക്ലിയോഡെൻഡ്രം എന്നാണ് പൊതുവേ ഇത് പറയുന്നത്. ഇത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് പോലെയൊക്കെ തോന്നും, പക്ഷെങ്കിൽ ബ്ലീഡിങ് ഹാർട്ട് അല്ല. പൂക്കൾ അതുപോലെ സാമ്യമുണ്ട്. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇങ്ങനെ കൊലയായിട്ട് താഴേക്ക് കിടക്കും. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഓരോ ബ്രാഞ്ച് വരുമ്പോഴും അതിൻ്റെ അകത്തുനിന്ന് നിറച്ച് പൂക്കൾ പിടിക്കുന്ന ഈ ഒരു ചെടി. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കെയറും കാര്യങ്ങളും എങ്ങനെയാണ് നടേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഇത് ഒന്ന് റീപോർട്ട് ചെയ്യാൻ പോയത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു. ഇതിന് ഇനിയൊന്ന് കുറച്ചുകൂടെ വലിയ പോട്ടിലേക്ക് മാറ്റി ഒന്ന് റീപോർട്ട് ചെയ്യാൻ പോവുകയാണ്. അവർ തന്നേക്കുന്നത് അവരുടെ ആ ഗ്രോ ബാഗിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്താണല്ലോ നമ്മൾ സാധാരണ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നത്. നമുക്ക് ഇതിനിയും ഒന്ന് വലിയ ചട്ടിയിലാക്കി ഒന്ന് റീപോർട്ട് ചെയ്യാം. അപ്പം പോട്ടിംഗ് മിക്സ് ഇവിടെ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മണ്ണുണ്ട്, കുറച്ച് കൊക്കോപ്പിറ്റുണ്ട്, അതേപോലെ തന്നെ ഒരു പിടി നമ്മുടെ ചാമ്പലിട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ചാണകപ്പൊടി, പിന്നെ ഒരു ചെറിയ പിടി നമ്മുടെ എല്ലുപൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്താണ് നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമ്മുടെ പോട്ടിൻ്റെ അടിയിലേക്ക് കുറച്ച് നമ്മുടെ ചരലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്തേക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം നല്ലപോലെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് ചരൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ മണ്ണും ഇതെല്ലാം കൂടെ അടിയിൽ വന്ന് കട്ടയാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഫിൽറ്ററായി പോകും, വെള്ളം അങ്ങ് പോയിക്കോളും, അത്രയേ ഉള്ളൂ. ഇത് അടിയിൽ ചരലിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണങ്ങളോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചേർത്താണ്. എന്നിട്ട് ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ്. അതായത് നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള മണ്ണായതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പിന്നെ വളം ചേർക്കേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ മതി നമ്മുടെ മണ്ണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, വളമൊന്നും ഇല്ലാതെ തന്നെ കൊക്കോപ്പീറ്റും മണ്ണിലും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ചട്ടി നിറയ്ക്കാം. പക്ഷേങ്കിൽ പിന്നീട് നമ്മൾ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലും നമ്മൾ വളം ഇട്ട് കൊടുക്കണം. ഇതിന് ഇങ്ങനെ നമ്മൾ ഓൾറെഡി ചേർത്ത് നടുന്നത് കൊണ്ടൊരു 3 മാസം കഴിഞ്ഞിട്ടൊക്കെ ഇനിയും വളം ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ ഈ ക്ലിയോഡെൻഡ്രം എന്ന് പറയുന്ന ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഒരുപാട് ഇൻസെക്റ്റ് അങ്ങനെ വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പം വളരെ കുറവായിട്ട് മാത്രമേ ചെടിക്ക് അങ്ങനെ ഇൻസെക്റ്റുകൾ കുത്തിയുള്ള ഡാമേജ് വരാറുള്ളൂ. വരുവാണെങ്കിലും ഈ മിലി ബഗ്സോ അല്ലെങ്കിൽ സ്പൈഡർ മൈറ്റ്സ് അതുപോലുള്ള ജീവികൾ, അതിന് നമുക്ക് വളരെ ഈസി ആയിട്ട് സോപ്പ് സൊല്യൂഷനും നീം ഓയിലും കൂടെയുള്ള സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ചെടി വാങ്ങിച്ചു കൊണ്ടുവരുന്ന വഴിയിൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഒന്ന് ഒടിഞ്ഞു പോയി. അന്നേരം അതിനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇത് വളരെ സൂക്ഷിച്ചൊരു സിസർ വെച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് ചെടി നല്ലപോലെ കിട്ടും. കണ്ടോ, പൂക്കൾ കണ്ടോ, നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത്. ഇത് നമുക്ക് ഇടയ്ക്ക് പൂ വന്നു കഴിഞ്ഞിട്ട് പൂവൊക്കെ ഒന്ന് സീസൺ മാറുകയാണെങ്കിൽ നമുക്കിത് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അന്നേരം കുറേ ബ്രാഞ്ചസ് വന്ന് നല്ല രീതിയിൽ കിളിച്ചു വരും. ഇനിയിപ്പോൾ ഇത് ചട്ടിയിൽ പകുതിയോളം മണ്ണ് നിറച്ചു. ഇനിയും ഈ പ്ലാസ്റ്റിക് ഈ കവറിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ചെടി എടുത്ത് അതേപോലെ ഇത് നഴ്സറിയിലെ മണ്ണൊന്നും മാറ്റുന്നില്ല കേട്ടോ, അതേപോലെ തന്നെ ഇറക്കി ഇതിലേക്ക് വെക്കാൻ പോവുകയാണ്. ചെടി അതിലേക്ക് വെച്ചതിന് ശേഷം ഇനി ഇതിന് ചുറ്റും മണ്ണിട്ട് കൊടുക്കും. ഇത് ചട്ടി ഒത്തിരി വലിപ്പമുള്ള ചട്ടി ആയതുകൊണ്ട് ഇനി ഇതിന് ചുറ്റിനും അതേപോലെ മണ്ണ് നിറച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ കുറച്ച് ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ ഈസിയായി തന്നെ ഈ ചെടി. പിന്നെ ഇത് നമ്മൾ ഒരുപാട് അങ്ങ് വെയിലത്ത് ഫുൾ സണ്ണി വെക്കണ്ട, കുറച്ച് വെയിൽ കിട്ടണം, പക്ഷേങ്കിൽ എന്നാലും ഒരു പാർഷ്യൽ ഷെയ്ഡി വെക്കുന്നതായിരിക്കും ഒത്തിരി നല്ലത്.
ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് കെയർ ചെയ്യുന്നതും അതുപോലെ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ആക്ച്വലി ഇത് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു ചെടിയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പക്ഷെങ്കിൽ ഇത് നമ്മുടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലീഡിങ് ഹാർട്ട് ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ എനിക്ക് തോന്നിയത്. പക്ഷെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഒത്തിരി ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ബാൽക്കണിയിലാണെങ്കിലും വെക്കാൻ നല്ലതാണ്. അതേപോലെ തന്നെ മുറ്റത്ത് വെക്കാനും ഒക്കെ നല്ലൊരു പ്ലാന്റാണ് ഇത്.